നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. 2022 മാത്രം 147 പേരെയാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ വർഷത്തെ കണക്കുകൾ ഇതിലും ഉയരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. പീഡന കേസുകളിൽ പ്രതിയായ സൗദി പൗരന്റെ വധശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാനും യുവതികളെ വിജനമായ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച മുഹമ്മദ് ബിൻ ഉഖൈൽ ബിൻ ഈസ അൽ ഖർണിക്കിന്റെ വധശിക്ഷയാണ് കിഴക്കൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കവർച്ചാ ലക്ഷ്യത്തോടെ ഇന്ത്യക്കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ 2 സൗദി പൗരന്മാരുടെ വധശിക്ഷയും നടപ്പിലാക്കി. റിയാദ് ക്രിമിനൽ കോടതി വിധി അപ്പീൽ കോടതിയും പരമോന്നത കോടതിയും ശരിവെച്ചതോടെയാണ് ശിക്ഷാ നടപടി. ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടപ്പെടുത്തുന്ന കുറ്റവാളികൾ ഏത് രാജ്യക്കാരായാലും മുഖം നോക്കാതെ നടപടിയുണ്ടാവുമെന്നും ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വിധി നടപ്പാക്കിയ വിവരം അറിയിച്ചുകൊണ്ട് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. മരിച്ചവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ പ്രതികൾക്ക് മാപ്പ് നൽകിയാലും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാത്ത ശരീഅത്ത് വകുപ്പുകൾ കേസിൽ ചുമത്തിയിരുന്നു. പൊതുസുരക്ഷ അപകടപ്പെടുത്തുന്ന വലിയ കുറ്റങ്ങൾ രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായാണ് കണക്കാക്കുക. ഹദ്ദുൽ ഹിറാബ നിയമപ്രകാരം ശിക്ഷിക്കുന്ന കേസുകളിൽ ഇരയുടെ കുടുംബം മാപ്പ് നൽകിയാലും ശിക്ഷയിൽ നിന്ന് ഒഴിവാകില്ല. സൗദി പൗരന്മാരായ അബ്ദുള്ള മുബാറക് അൽ അജമി, മുഹമ്മദ് സൈ അലി അൽ അനസി എന്നിവരുടെ വധശിക്ഷയാണ് കഴിഞ്ഞ ദിവസം നടപ്പാക്കിയത്. പ്രതികൾ 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. 2019 സെപ്റ്റംബർ 8 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഉത്തരേന്ത്യക്കാരായ മുഹമ്മദ് ഹുസൈൻ അൻസാരിയെ ദാരുണമായി വാഹനം കയറ്റിക്കൊന്നത് പ്രവാസി ഇന്ത്യക്കാരെ നടുക്കിയ സംഭവമായിരുന്നു. രാവിലെ 9 മണിയോടെ കാറിലേക്ക് കയറുന്നതിനിടെ അൻസാരിയെ അക്രമികൾ അടിച്ചു വീഴ്ത്തി. പണവും മറ്റ് വസ്തുക്കളും കവരുകയും ചെയ്തു. ടൊയോട്ട പ്രാഡോ കാറിലെത്തിയ അക്രമികൾ നിലത്തു വീണ അൻസാരിയുടെ ശരീരത്തിൽ വാഹനം കയറ്റിയാണ് കൊലപ്പെടുത്തിയത്. അൻസാരിയുടെ ഹ്യുണ്ടായി ഇലാൻട്ര കാർ ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു. പിന്തുടർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തോക്കു ചൂണ്ടി വധിക്കാനും ഇവർ ശ്രമിച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ഇരുവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും പിന്നീട് കണ്ടെത്തി. മറ്റ് പലരെയും ആക്രമിക്കാനും കൊള്ളയടിക്കാനും ഇവർ പ്ലാനിട്ടതായി തെളിഞ്ഞതിനെ തുടർന്ന് പ്രതികൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.